സഹോദരി. വന്ദനം ചെയ്യുന്നു നിന്നടിയാൽ തിരുനാമത്തിനാദരവായി. സഹോദരിയുടെ പേരൊന്ന് പറയാമോ? നാഥനും മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? സഹോദരിയുടെ സ്വന്തം ദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ശരിക്കും എവിടെയാ അപ്പോ ദേശം? അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ആ നാടിന്റെ പ്രത്യേകത എന്താണ്? പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമ വീട്. സഹോദരി ഏത് ജാതിയിൽപ്പെട്ടതാണ്? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? അങ്ങനെ ഒരു ജാതികളെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. സഹോദരിക്ക് ഇപ്പൊ എത്ര വയസ്സായി കാണും? 7-10 ഏറെയായാൽ 80 മാത്രം. ചർമ്മം കണ്ട പ്രായം തോന്നുന്നതേ ഇല്ല. പാട്ടുപാടി ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി കാണുമല്ലേ? എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ. ഇവിടെ ഒന്നുമില്ലല്ലേ? എങ്ങോട്ടാണ് ഈ പാട്ടുപാടിയുള്ള സഞ്ചാരം? ആരാണ് കൂടെയുള്ളത്? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഈ യേശുവിനെ പറ്റി ഒന്ന് വിശദീകരിച്ച് പറയാമോ? സുരലോക സുഖം വെടിഞ്ഞു നമ്മെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവ മോക്ഷമാർഗം തുറന്നു. യേശുവിനെ കുറിച്ച് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി കുറച്ച് കുടുംബകാര്യത്തിലോട്ട് കിടക്കാം. സഹോദരിയുടെ ഭർത്താവിനെ പറ്റി എന്താണ് അഭിപ്രായം? പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലെയും ഞാൻ കാണുകയില്ല. ഭയങ്കര സുന്ദരനാണെന്നാണ് ആ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. ഭർത്താവ് ഇത്രയും സുന്ദരനാണ്, സഹോദരിയെ പൊന്നുപോലെ നോക്കുമല്ലേ? പ്രിയൻ അലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. ഇത്രയും നല്ല ഭർത്താവിനെ കിട്ടിയെങ്കിൽ സഹോദരി അമ്മായിയമ്മ അതിനും കേമമായിരിക്കും. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. അപ്പൊ സഹോദരി നന്നായിട്ടെല്ലാം സഹിക്കുന്നുണ്ടാവുമല്ലേ? ഞാനോ നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടും. ഇത്തരം സന്ദർഭത്തിൽ സഹോദരി പതറാറുണ്ടോ? പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവനീ വന്നിടിലും. ഇനി കുറച്ച് സഭാ കാര്യങ്ങളിലോട്ട് കടക്കാം. ചിൽഡ്രൻസ് പ്രോഗ്രാം നടത്തുന്ന സൗമ്യ സിസ്റ്ററിനെ പറ്റി ഒന്ന് പറയാമോ? സുന്ദരമനോഹരം ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ? 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതും. ബിസ്ക്കറ്റും ചായയും വിളമ്പുന്ന കൺമണി സിസ്റ്ററിനെ പറ്റി പറയാമോ? വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീരാമവൾ ചെയ്തത്. ഈ സമൂഹത്തോട് സഹോദരിക്ക് എന്താണ് പറയാനുള്ളത്? സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലേം രാജനീത വരുവാനായി. ഇനി എന്റെ ലാസ്റ്റ് ചോദ്യം, ഈ കൊച്ചു സഭയോട് സഹോദരിക്ക് എന്താണ് പറയാനുള്ളത്? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല.
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാ പ്രിയൻ വരുവതിൻ താമസമേറയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങി